ഡാൻ കുര്യൻ വെഞ്ഞാറമൂട്ടിൽ ഈ കൊലപാതകം നടന്ന സ്ഥലത്ത്, അതായത് അഫാന്റെ വീടിന് മുന്നിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, ഒരു നാട്, നമ്മളൊരു കൊലപാതകമൊക്കെ ഉണ്ടാകുമ്പോൾ നാട് വിറങ്ങലിച്ചു എന്നൊക്കെ പറയും. ഇത് കേരളം മുഴുവൻ ഞെട്ടിയിരിക്കുകയാണ്. ആ പ്രദേശവാസികൾക്കായിരിക്കും ഒരുപക്ഷെ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നത്. ഇങ്ങനെയൊരു കൊലപാതകം നടത്താൻ ഒരു സാധ്യത പോലും ഇല്ലാത്തൊരു ചെറുപ്പക്കാരൻ എന്നാണ് ആദ്യഘട്ടത്തിലൊക്കെ വരുന്ന വിവരം. എന്താണ് പ്രകോപനമായത്? എന്താണ് അവിടെയുള്ളവരൊക്കെ ഇപ്പോഴും ആ ഒരു ഞെട്ടൽ? ഇങ്ങനൊരു 2 കൊലപാതകം, അല്ലെങ്കിൽ 3 പേരാണ് ആക്രമിക്കുന്നത്, ഒരു 3 കൊലപാതകമാണ് ലക്ഷ്യമിട്ടത്. പുറത്തുള്ളവരൊന്നും കാര്യങ്ങൾ അറിഞ്ഞില്ല പോലീസ് എത്തുന്നത് വരെ എന്നതൊക്കെ അത്ഭുതമായി തോന്നുന്നുണ്ട്. എന്താണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ഞാൻ നിൽക്കുന്നത് പേരുമല എന്ന ഗ്രാമത്തിലാണ്. ഇന്നലെ വരെ വളരെ ശാന്തമായി ആളുകൾ അവരുടെ ദൈനംദിന പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്ന കേരളത്തിലെ തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂടിനോട് ചേർന്നുള്ള ഒരു സാധാരണ ഗ്രാമം. ആ ഗ്രാമം ഇന്ന് കേരളം വലിയ ഞെട്ടലോടെ ചർച്ച ചെയ്യുന്ന ഒരു വലിയ കൂട്ടക്കൊലപാതകത്തിന്റെ നടുക്കത്തിന്റെ ഒരു ഓർമ്മയിലാണ് ഇന്ന് പ്രഭാതം ഇവിടെ ഉണരുന്നത്. ഈ വീടിന് മുമ്പിൽ നിന്നുള്ള കാഴ്ചകൾ വളരെ ദയനീയമാണ്. അതായത് ഒരുപക്ഷെ സഹോദരന് കുഴിമന്തി വാങ്ങി നൽകിയിട്ടാണ് കൊലപാതകം നടത്തിയതെന്ന് ഈ അഫാൻ അന്വേഷണ സംഘത്തിന്, പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരത്തെ മൊഴി നൽകിയിരുന്നു. അതിന്റെ ബാക്കിയെന്ന് തോന്നിപ്പിക്കുന്ന ഭക്ഷണ വസ്തുക്കളടക്കം അകത്തും പുറത്തുമൊക്കെ ഇരിപ്പുണ്ട്. അതോടൊപ്പം ഈ പുസ്തകങ്ങൾ പുറത്ത് ഇരിക്കുന്നുണ്ട്. ഈ വീട് തൊട്ട് അടുത്തടുത്ത് വീടുകൾ ഉണ്ടായിട്ടും ഇങ്ങനെയൊരു കാര്യം, 3 പേരെ ഇങ്ങനെ അതിക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അതിൽ 2 പേർക്ക് ജീവൻ നഷ്ടമായി, ഒരാൾ ഗുരുതരാവസ്ഥയിലായി. ഇങ്ങനെ ഒരു സംഭവം തൊട്ടടുത്ത് നടന്നിട്ട് അത് അറിയാൻ പോലും സമീപത്തുള്ള ആളുകൾക്ക് കഴിഞ്ഞില്ല എന്നതാണ് അവരുടെ ഏറ്റവും വലിയൊരു ഞെട്ടൽ. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശബ്ദം ഉണ്ടാകുകയായിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു അങ്ങനെ ഒരു അസ്വാഭാവികതകൾ അവർക്ക് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ഈ ഉമ്മയും അതോടൊപ്പം തന്നെ വർഷാനെയും രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്ന് തന്നെയാണ് അവരൊക്കെ പങ്കുവെക്കുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ഈ ഫൻ സാധാരണയായി സാധനങ്ങൾ വാങ്ങാനായി പോയിരുന്ന ഒരു ഹോട്ടലിന്റെ ഉടമ ചേരുകയാണ്. എന്താണ് താങ്കളുടെ പേര്? എന്റെ പേര് സഫീദ്ദീൻ. എവിടെയാണ് താങ്കളുടെ സ്ഥാപനം? നാഗരകുഴി സ്വാദിക്കിന്റെ തട്ടുകട. ഈ ഇദ്ദേഹത്തെ നേരത്തെ പരിചയമുണ്ട്? അഫാനെ പരിചയമുണ്ട്. നമ്മളെ കടയിൽ സ്ഥിരം വരും, സാധനങ്ങൾ മേടിക്കും. അവസാനം എന്നാ വന്നേ? അവസാനം ഞായറാഴ്ച വൈകിട്ട്. കഴിഞ്ഞ ഞായറാഴ്ച? ഈ കൊലപാതകം നടക്കണതിന്റെ പിറ്റേ ദിവസം ഞായറാഴ്ച വൈകിട്ട് വന്ന് രാത്രി ഞങ്ങൾ അടയ്ക്കുമ്പോഴേക്ക് 12 പെറോട്ട വേണമെന്ന് പറഞ്ഞു. ഞങ്ങള് നോക്കുമ്പോഴേക്ക് 9 പെറോട്ടയേ ഉള്ളൂ. അപ്പൊ അത് മേടിച്ച് മടങ്ങണയാണ് ലാസ്റ്റ്. അപ്പം എന്തെങ്കിലും പെരുമാറ്റത്തിൽ പെരുമാറ്റം ഒരു കുഴപ്പമില്ല. ഡെയിലി വരും. ഇപ്പം 690 നമുക്ക് തരാനും നിപ്പുണ്ട്. പുള്ളി ഗൂഗിൾ പേ അയക്കാന്ന് പറഞ്ഞാണ് പോകുന്നത് ഓരോ പ്രാവശ്യം. ഇപ്പം 3 ആഴ്ച കൊണ്ടാണ് ഈ കടം വയ്ക്കുന്നത്. അത് മുമ്പ് ക്ലിയർ ആയിരുന്നു. 3 ആഴ്ച കൊണ്ട് വരുമ്പോഴേക്ക് പൊറോട്ട സാധനങ്ങൾ മേടിക്കും, ഗൂഗിൾ പേ അയക്കാൻ കാക്കാന്നൊക്കെ പറഞ്ഞു. വേറെ ഒരു കുഴപ്പമില്ല. മെന്റൽ പ്രോബ്ലം അങ്ങനെ ഒരു, നമ്മളുടെ എന്റെ വൈഫിന്റെ കൂടെ സഹകരണവും എന്റെ അടുക്ക നല്ല സഹകരണവും, കാക്കാ പോട്ടാന്നൊക്കെ പറഞ്ഞു, ടാറ്റയൊക്കെ പറഞ്ഞു ചിരിച്ച് കളിച്ചൊക്കെയാണ് പോകുന്നത്. ഞായറാഴ്ച കണ്ടപ്പോഴും അങ്ങനെ തന്നെ ഒരു കുഴപ്പമില്ല, നോർമലാണ്, വേറെ ഒരു പ്രശ്നമില്ല. എന്റെ വൈഫിനോടൊക്കെ നല്ല സഹകരണവും. അപ്പൊ ഈ പൈസ തരാതെ വന്നപ്പോ നിങ്ങൾ ചോദിക്കും? ഇല്ല, എന്നെ വിളിക്കുമ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ തരും. ഫോൺ എവിടെയെങ്കിലും നിൽക്കുന്നെങ്കിൽ ഫോൺ ചെയ്ത് പറയും, ഞാൻ ഡെലിവറി വീട്ടിൽ കൊടുക്കും. അനിയും പയ്യനാണ് വന്ന് മേടിക്കുന്നത്. ഹോം ഡെലിവറി ഉണ്ട്. അപ്പൊ അനിയും പയ്യൻ വന്ന് മേടിക്കും, അവൻ വരുമ്പം തരും. ഇടയ്ക്ക് 2-3 ദിവസമായിട്ട് കടമാണ് ഇപ്പൊ പറയുന്നത്. നിങ്ങൾക്ക് ഒരു അസ്വാഭാവികത ഞായറാഴ്ച വൈകിട്ട് തോന്നില്ല? നല്ല സ്വഭാവമാണ്, നമ്മളുടെ നല്ല സഹകരണവും, ചിരിച്ച് കളിച്ചൊക്കെയാണ് പറഞ്ഞാൽ കാക്ക പോട്ട എന്നൊക്കെയാണ് ചോദിക്കാം. വേറെ പ്രശ്നങ്ങളോ പ്രോബ്ലങ്ങളോ ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ ലാസ്റ്റ് വരെയും ക്ലിയർ ആയിട്ടാണ് വന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഇദ്ദേഹത്തിന് അഫാന് മറ്റു തരത്തിലുള്ള ഒരു ദുരൂഹമായ ഒരു പെരുമാറ്റങ്ങളൊന്നും ഇല്ല എന്ന് ആളുകളൊക്കെ പറയുമ്പോഴും ഇന്നലെ ഈ ക്രൂരമായ നടുക്കുന്ന കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നപ്പോഴും ഇതേ ലാഘവത്തോടെയാണ് പോലീസ് ഉദ്യോഗസ്ഥരോട് അഫാൻ സംസാരിച്ചത് എന്ന് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പറയുമ്പോൾ എന്ത് മാനസികാവസ്ഥയിലായിരുന്നു ഇയാൾ എത്തിയത് എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും കുഴയ്ക്കുന്നത്. അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്രയധികം കൊലപാതകങ്ങൾ നടത്തിയിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതെന്ന് ഉദ്യോഗസ്ഥരോട് പറയുമ്പോൾ അവർ ആദ്യം അത് മുഖവിലക്കെടുത്തിരുന്നില്ല. കാരണം അങ്ങനെ വളരെ നിസ്സാരമായ ഒരു സംഭവം വിവരിക്കുന്നത് പോലെയാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഒരു
ഉദ്യോഗസ്ഥനോട് ഇയാൾ ഈ കാര്യം ആദ്യം പറയുന്നത്. പിന്നീട് ഇത് ആവർത്തിച്ച് പറയുന്ന ഒരു പശ്ചാത്തലത്തിൽ ചുറ്റും കൂടി ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും എല്ലാവരും തീർന്നിട്ടുണ്ടായിരിക്കും, 3 പേരുടെ കാര്യം ഞാൻ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അവിടെ ഒരു അസ്വാഭാവികത ഉദ്യോഗസ്ഥർക്ക് തന്നെ തോന്നി തുടങ്ങിയത്. അങ്ങനെ അവർ ആദ്യ സ്ഥലത്തേക്ക് പരിശോധനയ്ക്ക് എത്തുന്നു. അവിടെ ഇയാൾ പറഞ്ഞത് കൃത്യമാണ് എന്ന് ഉറപ്പാക്കുന്നു. അതിന് പിന്നാലെ ഈ അഫാൻ തന്നെ നൽകിയ മൊഴി അനുസരിച്ചാണ് ഈ പാങ്ങോടും അതോടൊപ്പം തന്നെ ഈ ഇവിടെ നിന്ന് 4 കിലോമീറ്റർ അപ്പുറത്തുള്ള പിതാവിന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്കും വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥർ എത്തുന്നത്. അപ്പോഴാണ് ഈ നടുക്കുന്ന കാഴ്ച. കേരളം കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിൽ ഇങ്ങനെയൊരു കൊലപാതകം സമീപകാലത്തൊന്നും കൂട്ടക്കൊലപാതകം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവ് തന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ, കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കുകയെന്ന ലക്ഷ്യത്തോടെ നടത്തിയ ക്രൂരതയ്ക്കൊടുവിൽ 5 പേർക്ക് ജീവൻ നഷ്ടമാകുന്നു. ഒരാൾ മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. ഈ നടക്കുന്ന ഓർമ്മകളിൽ നിന്ന് ഇപ്പോഴും ഈ നാട് മുക്തമായിട്ടില്ല. അവർക്ക് ഇപ്പോഴും ഇങ്ങനെയൊരു കാര്യം ഇവിടെ നടന്നെന്ന് കരുതാൻ പോലും കഴിയുന്നില്ല. അതാണ് കാഴ്ച. നമുക്ക് ഈ രാത്രി ദൃശ്യങ്ങൾ മാത്രമാണ് ഇന്നലെ വൈകിട്ട് വരെ ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിന് തൊട്ട് ചേർന്ന്, അതായത് ഈ സംഭവം നടക്കുന്ന അഫാന്റെ പേരുമലയിലെ വീടിനോട് ചേർന്ന് മറ്റ് വീടുകളൊക്കെ അടുത്തടുത്തടുത്തായി തന്നെയാണുള്ളത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ 3 പേർക്ക് നേരെ അതിക്രൂരമായ ഒരു ആക്രമണം നടക്കുമ്പോൾ അത് എന്തുകൊണ്ട് അറിയാൻ കഴിഞ്ഞില്ല എന്നത് തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഒരു സൂചനകളും പുറത്തേക്ക് ഉണ്ടായില്ല എന്നതാണ് ഈ നാട്ടുകാരെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്നത്.